ബുദ്ധനെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നോർമലി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തതിന് ശേഷം മെയിൻ ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാൻ. നല്ലൊരു ഡൗട്ടായിരുന്നു ബുദ്ധനെ കാണാൻ എന്താ പറയാ ഒരു ഭംഗി ഉണ്ടാവോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങനെ വെച്ചു. കാരണം നമ്മൾ ഹ്യൂമൻ ഫീച്ചേഴ്സ് വെച്ചിട്ടല്ലല്ലോ ചെയ്തത്, കുറച്ചൊരു കേരള മ്യൂറൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ബുദ്ധനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നൊരു ഐഡിയ ഇല്ലാത്തതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബുദ്ധനെ ചെയ്യാം. കാരണം ഓൾറെഡി നമുക്കിപ്പോൾ റിസൾട്ട് എന്താണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എനിക്ക് ആദ്യം ചെയ്യുമ്പോൾ റിസൾട്ട് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ റിസൾട്ട് നല്ലതാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ലോട്ടസും അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ലീവ്സും. അപ്പൊ ഇത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടൊന്നല്ല ചെയ്യുന്നത്, കുറച്ച് അതിന്റെ ഫീച്ചേഴ്സ് എടുത്തിട്ട് അബ്സ്ട്രാക്ട് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ലോട്ടസിന്റെ പെറ്റൽസ് ഇങ്ങനെയല്ല, ഇങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരുപാട് പെറ്റൽസ് ഉള്ളൊരു ഫ്ലവർ അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നല്ല, നമ്മൾ ജസ്റ്റ് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എടുത്തിട്ട് അതിന്റെ അവിടെ കാണിക്കുന്നു, റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. അതേപോലെ അതിന്റെ ലീഫും ഇങ്ങനെയല്ലല്ലോ വരിക. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു കുറച്ചുള്ള ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിങ്ങനെയാണ്, വട്ടത്തിലാണ്, വലിയ ഇലയാണ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നതേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ ലോട്ടസ് ആണ്, ലോട്ടസിന്റെ ഇലയാണ്, പക്ഷെ റിയലിസ്റ്റിക് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ബുദ്ധനെ പെയിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി പീസ് സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലോട്ടസും ലീഫും ഒരു വാട്ടറിൻ്റെ ചെറിയൊരു ഏരിയ ഉണ്ട്, ഒരു സ്പ്ലാഷ് പോലെ ഉണ്ട്. അത് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലോട്ടസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ലോട്ടസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റിൻ്റെ കൂടെ കുറച്ച് ക്രിംസൺ മിക്സ് ചെയ്തതാണ്. ഒരു എന്താ പറയുക, ഒരുപാട് ഭയങ്കര ലൈറ്റായി പോയിട്ടില്ല, ഒരു മീഡിയം ലെവലിലാണ് അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ എന്നുള്ളത് നിങ്ങൾക്ക് കളർ കാണാമല്ലോ, ആ ഒരു കളറിലേക്കാണ് ഇതിനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു വാല്യൂവിലേക്ക്, ക്രിംസണും വൈറ്റും മിക്സിൻ്റെ ആ വാല്യൂവിലേക്കാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് നോക്കണ്ട, ജസ്റ്റ് നമ്മൾ 1 സ്ട്രോക്ക് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ സ്ട്രോക്ക് ചെയ്തിട്ടാണ് ഒരു പെറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഇതാക്കുന്നത് കേട്ടോ. പക്ഷേ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഒരൊറ്റ സ്ട്രോക്കിൽ നമ്മൾ ആ പെറ്റൽ ഉണ്ടാക്കുക അങ്ങനെയല്ല. ഒരു എന്താ പറയുക, കുറച്ച് നല്ല പ്രസ് ചെയ്ത് കണ്ടോ ഒന്ന് പുൾ ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലപോലെ പെയിൻറ്റ് ബ്രഷിൽ ലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അവിടെ വെച്ചിട്ട് ആ പെറ്റലിൻ്റെ ഷേപ്പിന് കറക്റ്റ് വെച്ചിട്ട് കുറച്ച് പ്രഷർ അധികം കൊടുത്തിട്ട്, നമ്മൾ നോർമൽ പെയിൻറ്റ് ചെയ്യുന്നതിലും കുറച്ചും കൂടി പ്രഷർ കൊടുത്തിട്ടാണ് ഈ പെറ്റൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില ഏരിയാസിൽ കളർ ചേഞ്ചും അല്ലെങ്കിൽ ഒരു വാല്യൂ ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ക്രിംസൺ കുറച്ച് കോൺസെൻട്രേഷൻ കൂടിയ കളേഴ്സ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വൈറ്റ് കൂടിയതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു പെറ്റൽ തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെയ്തിരിക്കുന്ന ലോട്ടസിന് ഓൾറെഡി കാണാമല്ലോ. അപ്പോൾ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്രിംസൺ കൂടിയൊരു കളർ എടുക്കുകയാണ്, അതായത് ക്രിംസണിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഒരു വാല്യൂ എടുക്കുകയാണ് ഇതിൻ്റെ. അപ്പോൾ അത് എന്നിട്ട് അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദ്യം കൊടുത്ത ലെയർ ഡ്രൈ ആയിട്ടില്ല, അത് സ്റ്റിൽ വെറ്റാണ്. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, എന്നാലേ കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ആവുള്ളൂ, ഇല്ലെങ്കിൽ അത് വേറെ തന്നെ നിൽക്കും. ചില കേസസിൽ ബ്രഷ് സ്ട്രോക്സ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത് ഭയങ്കര കുറവാണ്, വെള്ളത്തിലും കൂടുതൽ ഒരു പേസ്റ്റ് ഫോമിൽ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ ബോട്ടിലിന് എടുക്കുന്നതല്ലേ, അപ്പോൾ ട്യൂബ് വെച്ച് നോക്കുമ്പോൾ ബോട്ടിൽ അത് കുറച്ചും കൂടി ലിക്വിഡ് ആയിരിക്കും, ഭയങ്കര വെള്ളം പോലെ ആയിരിക്കില്ല, പക്ഷേ ട്യൂബിൽ കിട്ടുന്നതിലും കുറച്ചും കൂടി ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മൾ മ്യൂറലൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അത്യാവശ്യം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള പെയിൻറ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ വൈറ്റിൻ്റെ കൂടെ ക്രിംസൺ ആഡ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, അത് ഡീറ്റെയിൽ ചെയ്ത് റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വാല്യൂ മാറ്റി ഓരോ പെറ്റലിനെയും ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയ രീതിയിലാണ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ക്രിംസണും വൈറ്റും മിക്സ് എടുത്തിട്ട് വാല്യൂ ടോൺ മാറ്റി നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ച് പ്രഷർ കൂട്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ലോട്ടസ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഭയങ്കര ടാസ്ക് ആയിട്ട് ഒരുപാട് ഡീറ്റെയിൽ ഒന്നും കൺസിഡർ ചെയ്തിട്ടൊന്നല്ല ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് ജസ്റ്റ് കുറച്ച് സ്ട്രോക്സിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ആ വാട്ടറിൻ്റെ ഏരിയ ചെയ്യുന്നത് സെറൂലിയൻ ബ്ലൂ,
പ്രഷ്യൻ ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അലോങ് വിത്ത് വൈറ്റ്. അപ്പം ആദ്യം സെറൂലിയൻ ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഒരു വേവിൻ്റെ ഫോം ഉണ്ടാക്കുകയാണ്. ഇതും നേരത്തെ ലോട്ടസ് ചെയ്ത പോലെ തന്നെ കുറച്ച് പ്രഷർ കൊടുത്തിട്ടാണ്, തിക്ക് പെയിൻറ്റ് കൺസിസ്റ്റൻസിയിലാണ്, വെള്ളം അധികം യൂസ് ചെയ്യുന്നില്ല. അത് എടുത്തിട്ടാണ് ജസ്റ്റ് ഇതാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ലൈറ്റ് ഗ്രീനും ആഡ് ചെയ്തിട്ടുണ്ട്. പ്രഷ്യൻ ബ്ലൂ അല്ല എടുത്തിരിക്കുന്നത്, ലൈറ്റ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ലൈറ്റ് ഗ്രീൻ്റെ മിക്സിൻ്റെ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് നേരത്തെ പോലെ പല ഒരു ഷെയ്ഡ് തോന്നിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെയും പല വാല്യൂയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സിന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ബേസ് വെറ്റായതിനെ കൊണ്ട് നമ്മൾ പിന്നെയും അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കളേഴ്സ് ബ്ലെൻഡ് ആയിട്ട് സ്മൂത്ത് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കളേഴ്സ് ഡ്രൈ ആവാണ്ട് നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിൽ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലോട്ടസിൽ ചെയ്ത പോലെ തന്നെ പല വാല്യൂസ് ഉണ്ടാക്കാം. പല വാല്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ബ്ലൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സെറൂലിൻ കൂളായിട്ടുള്ള കുറച്ച് ബ്ലൂവിൻ്റെ കൂടെ അൾട്രാമറൈൻ ബ്ലൂ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അൾട്രാമറൈൻ ബ്ലൂ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പ്രഷ്യൻ ബ്ലൂവും യൂസ് ചെയ്യാം, ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട്, കാരണം അതാകുമ്പം കുറച്ച് അൾട്രാമറൈൻ ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ബേസ് കോട്ട് പോലെ നമ്മൾ ആ വാട്ടറിന് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി അതിന് കുറച്ച് ഷെയ്ഡ്സ്, അല്ലെങ്കിൽ അതിലൊരു ഷെയ്ഡ്സ് അല്ല, വാല്യൂ ഡിഫറൻസ് കൊടുക്കണ്ടേ. അതിനകത്ത് ഇപ്പോൾ ഒരു വേവ്സ് ഒന്നുള്ള പോലെ തോന്നുന്നില്ല. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇതിൻ്റെ ലൈറ്റർ ടോൺസ്, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന കളേഴ്സിൻ്റെ ലൈറ്റർ ടോൺസും ഡാർക്ക് ടോൺസും മിക്സപ്പ് ചെയ്തിട്ട് സ്ട്രോക്ക് ചെയ്യുന്ന പോലെ തന്നെ, അതായത് കുറച്ചധികം പ്രഷർ കൊടുത്തിട്ട് ജസ്റ്റ് പുൾ ഔട്ട് ചെയ്തെടുക്കുക. അങ്ങനെ പുൾ ഔട്ട് ചെയ്യുമ്പോൾ ഇത് ആ ഒരു ഷേപ്പിൽ കറക്റ്റ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് എനിക്കത് എളുപ്പമായിട്ട് തോന്നി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ചുറ്റിലുള്ള അല്ലെങ്കിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലം കുറച്ച് ഡാർക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രഷ്യൻ ബ്ലൂ ആണ് അതിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ. തീരെ വൈറ്റോ വെള്ളമോ ഇല്ലാത്തൊരു കോൺസെൻട്രേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യണം. അത് ഓൾമോസ്റ്റ് ബ്ലാക്കായി തോന്നും. വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് വെച്ചിട്ട് അത് ഫുള്ള് എവിടേക്കാണ് ബ്ലാക്ക് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇപ്പോൾ എൻ്റെ കൂടെ ലോങ് വിത്ത് മീ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പോസ് ചെയ്യാം. എന്നിട്ട് എവിടേക്കാണ് ബ്ലാക്ക് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം, ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് റീപ്ലേ ചെയ്ത് കണ്ടാൽ മതി. ഇനി നമ്മൾ ആ ലോട്ടസിൻ്റെ ഇത് ചെയ്യുകയാണ്, ആ ഒരു ലീഫ് ചെയ്യുകയാണ്. അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാബ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, വെറീഡിയൻ, ഈ 3 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. വെറീഡിയൻ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ലെമൺ യെല്ലോ, പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് അങ്ങനെ ഒരു കളറിന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇനി സാബ് ഗ്രീൻ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ യെല്ലോ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് പ്രഷ്യൻ ബ്ലൂ യെല്ലോ കോൺസെൻട്രേഷൻ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാബ് ഗ്രീനും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇല്ലാത്ത കളർ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഡയറക്റ്റ്ലി, ഇപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഇങ്ങനെ ഡയറക്റ്റ് ഉള്ളതിനെ കൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ലീഫ് ഫുള്ള് കളറുകൾ കൊടുക്കുകയാണ്. ഇപ്പം ഒറ്റ കളറിലല്ല നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്നത്, പല കളറായിട്ട് ജസ്റ്റ് മിക്സപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത്. ബേസ് കോട്ട് പോലെ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ അതായത് എനിക്കൊരു ഐഡിയ കിട്ടണല്ലോ എവിടെയാണ് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബേസ് കോട്ട് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ തണ്ട് കൊടുക്കുന്നത് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ഫുൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ പെറ്റൽ ഇതിൻ്റെ ലീഫ് ചെയ്യുന്നതും
നമ്മൾ വെള്ളവും അതേപോലെ ലോട്ടസും ചെയ്തത് എങ്ങനെയാണോ അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ലീഫ് ചെയ്യുന്നതും. അപ്പം ലീഫിനകത്ത് ഏകദേശം എത്രയൊക്കെ കളർ വരും അത്രയും കളറിന് വെറുതെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ബ്രഷിന് കുറച്ച് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് വാല്യൂ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡാർക്കും ലൈറ്റും വാല്യൂസിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം അത് ഡിസ്റ്റിങ്വിഷ് ആയി നിൽക്കണം. ആ ഒരു വ്യത്യാസം തോന്നണം. എന്നാലേ നമുക്കതിനകത്ത് എന്താ പറയുക ആ ഒരു ഇഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ കളേഴ്സിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കണേ ആ ലോട്ടസിന് ചെയ്തിരിക്കുന്നതിൽ ആ ലോട്ടസിൻ്റെ ഓരോ പെറ്റലും ഡിസ്റ്റിങ്വിഷ് ആയി നിൽക്കുന്നില്ലേ, വേറെ വേറെ നിൽക്കുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ കളർ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഡിഫറെൻ്റ് ആയതിനെക്കൊണ്ടാണ്. നമ്മളതിൽ വേറെ ഒന്നും എടുത്തിട്ടില്ല, നമ്മളാകെ ക്രിംസണും വൈറ്റുമാണ് മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ലീഫിനായാലും വെള്ളത്തിനായാലും നമ്മൾ അതേ ഒരു ടെക്നിക്കിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഒബ്ജക്റ്റുകളെക്കാട്ടും ഡിസ്റ്റിങ്വിഷ്ഡ് അല്ലെങ്കിൽ വേറിട്ട് നിൽക്കണം. അപ്പോൾ ചുറ്റുമുള്ള ഒബ്ജക്റ്റ് ഡാർക്ക് ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ആയി നിൽക്കേണ്ട ഒബ്ജക്റ്റിന് എന്താക്കണം, ലൈറ്റ് കളർ കൊടുക്കണം. ഇനി അതല്ല ലൈറ്റാണ് പുറമേയുള്ള ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ അകത്ത് ഡാർക്ക് കൊടുക്കണം. ആ ഒരു രീതിക്ക്. അപ്പോൾ അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ഒരു പെറ്റലാണെങ്കിൽ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പെറ്റൽ ഡാർക്ക് ആണെങ്കിൽ നമ്മൾ അതിന് ഇപ്പുറത്തേന് കുറച്ച് ലൈറ്റ് ആക്കി കൊടുത്താലേ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീനിൻ്റെ കളേഴ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് കുറച്ച് സ്ട്രോക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് അങ്ങനെ ബ്രഷ് പിടിച്ച ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ ഭയങ്കര കോൺസെൻട്രേഷനോ ഒന്നും വേണമെന്നില്ല. നിങ്ങൾ കുറച്ച് പ്രഷർ കൊടുക്കുക, ജസ്റ്റ് ഫുൾ ഔട്ട് ചെയ്യുക കേട്ടോ. ഇനി എന്നിട്ട് ലോട്ടസിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രീൻ കളറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഫൈനൽ ടച്ച് എന്നുള്ള രീതിക്ക് അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ലോട്ടസ് അല്ലേ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ലോട്ടസിൻ്റെ പെറ്റലിൻ്റെ ഈ എഡ്ജൊക്കെ കുറച്ച് കട്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇഷ്യൂ വരുന്നതിനെ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ മുന്നിൽ ഒബ്ജക്റ്റ് ചെയ്യാന്ന്. ഇത് എനിക്ക് ലോട്ടസ് ചെയ്യാനുള്ള ഭയങ്കര ഒരു താല്പര്യം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തു പോയിന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഏറ്റവും ബാക്കിലുള്ളത് ചെയ്യുക. അതായത് ആ ബ്ലാക്ക് കൊടുക്കേണ്ട ഏരിയയൊക്കെ ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം സാബ് ഗ്രീൻ അല്ലെങ്കിൽ ലീഫ് ചെയ്യാനുള്ളതൊക്കെ ലീഫ് ചെയ്യുക. പിന്നെ ഏറ്റവും ഫൈനലി നിങ്ങൾ ഫ്ലവർ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ബാമ്പ് കൂടിയാണ് ബാക്കിയുള്ളത്. അത് ഞാൻ ഇതുപോലെ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതുപോലെ നറേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.